ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചത് ഒരു സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൽ നിന്ന് ആ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ, പീരീഡ് നമ്പർ കാണാൻ, ബ്ലോക്ക് കാണാൻ, പിന്നെ എലമെന്റിന്റെ അട്രിബ്യൂട്ട് നമ്പർ തന്നാൽ അതിന്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളത് 1 to 30 അട്രിബ്യൂട്ട് നമ്പർ വരുന്ന എലമെന്റ്സിന്റെ സബ് കോൺഫിഗറേഷൻ എഴുതാനും അതിലെ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും കണ്ടുപിടിക്കാനുമാണ് നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഇത്രയും നമ്മൾ എഴുതിയ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കുറേ എണ്ണത്തിന്റെ എഴുതി കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 എലമെന്റ്സിന്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. അതാണ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24, കോപ്പറിനത് 29 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ നമുക്കൊന്ന് ഇതിന്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ മറ്റേത് പഠിച്ച പോലെ ഇത് എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതും? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്നായിരുന്നു നമ്മൾ സാധാരണ മറ്റുള്ളവ പഠിച്ച പോലെ ആ മെത്തേഡ് തന്നെ എഴുതിയാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് എഴുതി പോവുക. പക്ഷെ ഓർക്കുക, ഈ 2 കേസിൽ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും, കോപ്പർ നമുക്ക് എഴുതി നോക്കാം. സാധാരണ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9 അല്ലേ? സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ ഈ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെ എഴുതിയാൽ നമ്മൾ ഇതുപോലെയാണ് എഴുതുക. പക്ഷെ ഓർമ്മിക്കുക, ഇത് തെറ്റാണ്. അപ്പൊ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 4s2, 3d4, 4s2, 3d4 അതാണ് നമ്മൾ എഴുതിയത് അല്ലേ? സാധാരണ എല്ലാം എഴുതുന്ന പോലെ നമ്മൾ എന്ത് എഴുതി? ഇവിടെ ക്രോമിയത്തിൻ്റെതും 4s2, 3d4 എന്ന് എഴുതി. പക്ഷെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ ഡി സബ്ഷനിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ഗെറ്റ് അക്കോമഡേറ്റഡ് ഇൻ ദ ഡി സബ്ഷൻ ഈസ് ഈക്വൽ ടു 10. നമ്മളിത് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 4 ആണ് ഡിക്ക് മുകളിൽ കാണുന്നത്. അപ്പോൾ 10ന്റെ ഹാഫ് 5 ആണ്. അപ്പൊ ഇവിടെ 5 എന്നുള്ളത് ഡിക്ക് മുകളിൽ, ഡി എന്ന സബ്ഷെല്ലിന് മുകളിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 5 വന്നാൽ അതെന്താവും? ഹാഫ് ഫിൽഡ് ആവും. അപ്പോൾ ഹാഫ് ഫിൽഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 4s എന്ന ഈ എസ് സബ്ഷെല്ലിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ എന്താവും? ഇവിടുത്തെ ഒന്ന് കുറയും അല്ലേ? ഇവിടുത്തെ ഒന്ന് കുറയും, ഇവിടെ ഒന്ന് കൂടും. അന്നേരം എന്താവും? അത് എന്താവും? അന്നേരം ഇവിടെ 4s1 3d 5 എന്നാകും. 4s1 3d 5 എന്നാകും. മനസ്സിലായി? അപ്പൊ എന്താ ഇവിടെ 3d എന്ന ആ സബ്ഷെൽ എന്തായി? ഹാഫ് ഫിൽഡ് ആയി. അപ്പൊ ഇവിടെ ഹാഫ് ഫിൽഡ് ആവുമ്പോ എന്തായി? അതാണ് മറ്റുള്ള നേരത്തെ എഴുതിയതിനെക്കാട്ടിയും കൂടുതൽ സ്റ്റേബിൾ. എന്താ? 3d എന്ന് വരുമ്പോഴാണ് മോർ സ്റ്റേബിൾ. നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം, കോപ്പറിന്റെ കേസ്. ഇവിടെ നമ്മൾ 4s2 3d9 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 10 ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. മോർ സ്റ്റേബിൾ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ 4sൽ നിന്ന് ഇവിടേക്ക് ഒന്ന് കൊടുക്കും. ഇതിലെന്താവും? മുകളിലുള്ളത് പോലെ തന്നെ എന്താവും? 4s1 3d10 ആകും. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താവും? ഈ 2 സബ്ഷെൽസ് എന്താവും? മോർ സ്റ്റേബിൾ ആകും. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. എല്ലാ എക്സാംസിനും മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഇതിന്റെ കൂടെ വൈ എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കും. അതായത് റോങ് മെത്തേഡ് എഴുതി അതും ഇത് തന്നിട്ട് വയ്ക്കും. ഇതേതാണ് റൈറ്റ്, കറക്റ്റ് വൺ ഏതാണെന്ന് ചോദിക്കും. നമ്മൾ കറക്റ്റ് വൺ എടുത്ത് എഴുതുക. അതിനുശേഷം ചോദിക്കും വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കും. എന്നാൽ എഴുതുക half filled or completely filled, D subshell shows greater
സ്റ്റെബിലിറ്റി. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദി സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cu+1 and Cu+2 ions. The atomic number of copper is 29. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഫസ്റ്റ് നമുക്ക് കോപ്പറിന്റെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. കോപ്പർ 29 അല്ലേ? എഴുതുക 1s2 2s2 2p6 3s2 3p6 4s1 3d10. ഇത് നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞ ഒന്നാണ്, നേരത്തെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ഒന്നാണിത്. കോപ്പർ ഉള്ളതിന്റെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? കോപ്പർ +1 എഴുതി നോക്കിയാലോ? കോപ്പർ +1 എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുത്ത് കളയണം. നമുക്കൊന്ന് എഴുതിയിട്ട് പറയാം. 1s2 2s2 2p6 3s2 3p6 3d10 ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ഈ 4s1 ഉം 3d10 എടുത്തു കഴിഞ്ഞാൽ 4s1 ഉം 3d10 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്ത് 4sലാണ് അല്ലേ? ഫസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്ത് 4sലാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ 4sൽ നിന്ന് 1 ഇലക്ട്രോൺ പുറത്തേക്ക് എടുത്തോളാം. ഇവിടെ +1 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് 1 ഇലക്ട്രോൺ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കളയണം. നമ്മൾ ഫസ്റ്റ് ഫിൽ ചെയ്ത് 4s ആയതുകൊണ്ട്, അതായത് 3d മുൻപിൽ ഫസ്റ്റ് 4s ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എന്ത് ചെയ്യും? 4sൽ നിന്ന് 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും, എടുത്ത് കളയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 and 3d10. അപ്പൊ ഇതാണ് കോപ്പർ +1 അയോണിന്റെ ഇലക്ട്രോണിക് സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. then നോക്കാം +2 നോക്കാം. കോപ്പർ അയോൺ +2 എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6. ഇനി ഒന്ന് എടുത്ത് കളഞ്ഞു അല്ലേ? ഒന്ന് 4s1 റിമൂവ് ചെയ്തു. ഇനി ഒന്നും കൂടെ റിമൂവ് ചെയ്താൽ എന്താവുള്ളൂ? +2 എന്ന അയോൺ ആകുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ലാസ്റ്റ് 3d നിന്ന് ഒന്ന് എടുത്തു കളയാം. നേരം 3d9 വരും. അപ്പോ എന്ത് കിട്ടി നമുക്ക്? 1s2 2s2 2p6 3s2 3p6 and 3d9 എന്ന വാല്യൂ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിന്റെ അയോൺസ് എഴുതാൻ പറഞ്ഞ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഫസ്റ്റ് 4sൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനുശേഷവും ബാക്കി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ 3dയിൽ നിന്ന് ചെയ്യും. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇതും നന്നായി ഓർമ്മിച്ച് വെക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോർമുല when x and y combine together. The atomic number of x is equal to 11 and y is equal to 17. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് x ഉം y ഉം 2 എലമെന്റ്സ് ആണ്. അപ്പോൾ ഈ x എന്ന എലമെന്റും y എന്ന എലമെന്റും കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോ ഫസ്റ്റ് നമുക്ക് ഇത് എഴുതണമെങ്കിൽ നമുക്ക് വാലൻസി, അതായത് എക്സിന്റെയും വൈന്റെയും വാലൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. എങ്കിലും അതറിയാത്ത കൂട്ടുകാർക്കായി ഈ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം എക്സിന്റെയും വൈന്റെയും വാലൻസ് എഴുതണം. അതിനുശേഷം നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 11 ആണ്. അറ്റോമിക് നമ്പർ ഓഫ് x is equal to 11. അപ്പോൾ 11 ആണ്. അപ്പോൾ അതിന്റെ വാലൻസി 1 ആണ്. അപ്പോൾ വാലൻസി ഓഫ് x is equal to valency of x is equal to 1. Valency of y is equal to 17 ആണ്. അതും 1 തന്നെയാണ് വരിക. അപ്പോൾ വാലൻസി രണ്ടിന്റെ നമുക്ക് ലഭിച്ചു. വാലൻസി ഓഫ് x ഉം വാലൻസി ഓഫ് y ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്രിസ് ക്രോസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ x എന്ന് എഴുതാം, ഇവിടെ y എന്ന് എഴുതാം.
അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ഈ മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ ഫസ്റ്റ് മെറ്റൽ ആണ് എഴുതുക. ഫസ്റ്റ് മെറ്റലും അതിനുശേഷം മാത്രമേ നമ്മൾ നോൺ മെറ്റൽസ് എഴുതുകയുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് ആണ് മെറ്റൽ, എക്സിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. അപ്പൊ അതാണ് ഇവിടെ മെറ്റൽ ആയിട്ട് വരുന്നത്, എക്സ് ആണ്. അപ്പോ എക്സിന്റെ വാലൻസി തൊട്ട് താഴെ എഴുതാം, വൈയുടെ വാലൻസി വൈക്ക് താഴെ എഴുതാം. ജസ്റ്റ് നമുക്ക് ക്രോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഴുതാം എക്സിന് 1, x1 എഴുതാം. അതുപോലെ വൈക്കും 1 തന്നെയാണ് ഇവിടെ ഉള്ളത്, y1. ഇവിടെ നമുക്ക് രണ്ടിനും 1 ഉള്ളത്, നമുക്കത് ക്യാൻസൽ ചെയ്യാം, ഒഴിവാക്കാം. അപ്പൊ എന്തെഴുതാം, എക്സ് വൈ എന്ന് എഴുതാം. അപ്പൊ എക്സ് വൈ എന്നാണ്, അതായത് ഈ എക്സ് എന്ന എലമെന്റും 11 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള എക്സ് എന്ന എലമെന്റും 17 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള വൈ എന്ന എലമെന്റും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എക്സ് വൈ ആണ്. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക. മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടത് ഞാൻ പറഞ്ഞു, എപ്പോഴും ഫസ്റ്റ് ഇങ്ങനെ മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ ഫസ്റ്റ് എപ്പോഴും ഏത് കേസായാലും എപ്പോഴും നമ്മൾ മെറ്റലാണ് എഴുതുക. അതൊന്ന് പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക. അടുത്തതായി നമുക്ക് കുറച്ച് എലമെന്റ്സിന്റെ വാലൻസി കണ്ടു. ബോർഡിൽ കുറച്ച് വാലൻസീസ് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് എലമെന്റ്സിന്റെ വാലൻസീസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോഡിയം 1, ഫ്ലോറിൻ 1, ക്ലോറിൻ 1, പൊട്ടാഷ്യം 1, ഹൈഡ്രജൻ 1, ഓക്സിജൻ 2, magnesium 2, calcium 2, nitrogen 3, aluminum 3. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് അവരോട് ചോദിക്കുന്ന വാലൻസീസ്, നമുക്ക് ആവശ്യം വരുന്ന വാലൻസീസ് ഇതൊക്കെയാണ്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്കറിയാം ഇതിലൊക്കെ വാലൻസി ആണുള്ള കാരണം ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാം. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുത്താൽ അതിൽ നിന്ന് അതിനെ സൈൻ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാലൻസി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ സോഡിയം എടുത്താൽ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അപ്പോ ഈ +1ൽ നിന്ന് അതിന് സൈൻ പ്ലസ് എന്ന സൈൻ ഒഴിവാക്കിയിട്ട് നമ്മൾ 1 എന്ന് എടുക്കുന്നു. അതാണ് അതിന്റെ വാലൻസി. ദെൻ ഫ്ലോറിൻ നോക്കാം. ഫ്ലോറിൻ എന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പൊ -1 വരുമ്പോൾ അതിന്റെ വാലൻസി എന്ത് ചെയ്യും, ഈ ഓക്സിജൻ സ്റ്റേറ്റ് -1 ആണ്. ആ ഓക്സിജൻ സ്റ്റേറ്റിലെ -1ൽ നിന്ന് മൈനസ് അതിന് സൈൻ ഒഴിവാക്കും. സൈൻ ഒഴിവാക്കിയിട്ട് എന്ത് എഴുതും, വാലൻസി 1. ക്ലോറിൻ ഓക്സിജൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പോ -1ൽ നിന്ന് സൈൻ ഒഴിവാക്കിയിട്ട് വാലൻസി 1 എന്ന് എഴുതും. പൊട്ടാഷ്യം +1 ആണ്. അപ്പോ വാലൻസി +1 ഒഴിവാക്കി 1 എന്ന് എഴുതും. ഹൈഡ്രജൻ +1 ആണ് ഓക്സിജൻ സ്റ്റേറ്റ്. ഓക്സിജൻ -2 ആണ് ഓക്സിജൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഓക്സിജന്റെ വാലൻസി എഴുതാൻ വേണ്ടി എന്ത് ചെയ്യും, ഓക്സിജൻ സ്റ്റേറ്റ് ആയ -2ൽ നിന്ന് മൈനസ് എന്ന സൈൻ അങ്ങ് റിമൂവ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. മാഗ്നീഷ്യം അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +2 ആണ്. കാൽസ്യം +2 ആണ്. നൈട്രജൻ -3 ആണ്. അലുമിനിയം +3 ആണ്. അപ്പോൾ ഓക്സിജൻ സ്റ്റേറ്റും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നമുക്ക് അടുത്തായിട്ടൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, why do the transition elements shows variable oxidation state? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് വാരിയബിൾ വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? നമ്മളിത് പരിചയപ്പെട്ടു, കോപ്പർ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു. കോപ്പർ നമ്മൾ സാധാരണ എഴുതുന്നത് കൂടാതെ എന്തൊക്കെയുണ്ട്, കോപ്പർ +1 അയോൺ ഉണ്ട്, കോപ്പർ +2 അയോൺ ഉണ്ട്. കുറെ ഡിഫറെന്റ് ടൈപ്സ് വാരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് ആയിരിക്കുന്നുണ്ട് കോപ്പറിനുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസിഷൻ എലമെന്റ്സ് മീൻസ് തേർഡ് ഗ്രൂപ്പ് ടു 12th ഗ്രൂപ്പ്, 3rd മുതൽ 12th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുക. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. In the case of transition elements, the difference in the energy between the outermost S subshell and the penultimate D subshell is very small. എന്താണ്? In the case of transition elements in the case the difference in the energy between the outermost S subshell and the penultimate D subshell, അതായത്
ഏറ്റവും അവസാനം വരുന്ന എസ് സബ്ഷെല്ലും അതിന് തൊട്ട് മുൻപിലുള്ള ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ലെവൽ വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഹെൻസ് under suitable condition the electrons in the d subshell also take part in the chemical reaction. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ചില സാഹചര്യത്തിൽ suitable conditionൽ ഇലക്ട്രോൺസ് ഇൻ d subshellലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. hence the transition element shows variable oxidation state. മനസ്സിലായില്ലേ? അപ്പോ ഇതും ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും പഠിച്ചു വയ്ക്കുക. ഇപ്പൊ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ബോർഡിൽ നോക്കാം. മോർ മെറ്റാലിക് ക്യാരക്ടർ ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് മീൻസ് ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്ന എലമെന്റ്സ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഫസ്റ്റ് 2 ഗ്രൂപ്പ്സിൽ വരുന്ന എലമെന്റ്സിന് എന്തുണ്ട്? മോർ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്. അവർക്ക് മോർ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്. ദെൻ പക്ഷെ അവർക്ക് ലെസ് അയോണൈസേഷൻ എനർജി ഉള്ളൂ. ലെസ് അയോണൈസേഷൻ എനർജിയും ലെസ് ഇലക്ട്രോണെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ഓർമ്മിച്ച് വയ്ക്കുക. ഇതുകൂടാതെ വേറെയും ക്യാരക്ടറിസ്റ്റിക്സ് എസ് ബ്ലോക്ക് എലമെന്റ്സിനുണ്ട്. ഡെഫിനിറ്റ് വാലൻസി ഉണ്ട് അതിന്. പിന്നെ പോസിറ്റീവ് ഓക്സൈഡ് സ്റ്റേറ്റ് ആണ് എപ്പോഴും ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെ അതിന്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ആണ്. പക്ഷെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കുന്നവയാണ് ഈ 3 പോയിന്റ്സ്. നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ നോക്കാം. ഫസ്റ്റ് വൺ, they include metals and non-metals. The p block elements includes metals and non-metals, and they show positive and negative oxidation state, and they show comparatively high ionization energy and high electronegativity. അപ്പോ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എനർജി ഉള്ള എലമെന്റ് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ലാസ്റ്റ് 18th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെ പറയാൻ സാധിക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെഗറ്റിവിറ്റിയും അയോണൈസേഷൻ എനർജിയും ഒക്കെയുള്ള എലമെന്റ് ഫ്ലൂറിൻ ആണ്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോ ഇതൊക്കെയാണ് പി ബ്ലോക്കിന്റെ characteristics. They include metals and non-metals. They show positive and negative oxidation state. They show comparatively high ionization energy and high electronegativity. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നു അല്ലേ? അതിൽ നമ്മൾ ശ്രദ്ധിച്ചു അലൂമിനിയം ആൻഡ് നൈട്രജൻ. അലൂമിനിയവും നൈട്രജനും എന്താണ്? ഈ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിനെ ശ്രദ്ധിച്ചു. അലൂമിനിയത്തിന്റെയും നൈട്രജന്റെയും രണ്ടിന്റെയും വാലൻസി സെയിം ആണ്, 3 ആണ്. പക്ഷെങ്കിൽ അതിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഇവർക്ക് ജസ്റ്റ് പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി രണ്ടും വ്യത്യസ്തമാണ്. നൈട്രജനത് -3 അല്ലേ? നൈട്രജന് -3യും അലൂമിനിയത്തിനത് +3യുമാണ്. അതാണ് പറയുന്നത് റേഷ്യോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് അവിടെ ഉണ്ടാകുന്നുണ്ട്, അതേസമയം നെഗറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റും ഈ പി ബ്ലോക്ക് എലമെന്റ്സിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കാം. നെക്സ്റ്റ് വൺ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റേതാണ്. ദേ ആർ മെറ്റൽസ്, they form colored compounds and they show variable oxidation state. അപ്പോൾ d block elements എന്താ? They are metals. d block elements are metals and they form colored compounds. They form colored compounds and they show variable oxidation state. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് d block elements, transition elements എന്തുകൊണ്ടാണ് variable oxidation state അതിലുണ്ടാകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോ ഇതും മൂന്നും ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോ ഇതും പ്രധാനപ്പെട്ട തന്നെയാണ്, ഇതും പഠിച്ചു വയ്ക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റേത്. ബാക്കിയുള്ള 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് നോക്കാം. Characteristics of F block elements. They are radioactive elements അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവസാനം 2 റോസിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെന്താണ്? അത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. And they are used as fuels in nuclear reactors. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ
ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ലാസ്റ്റ് 2 റോയിലുള്ള എലമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ബ്ലോക്കിന്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഫ് ബ്ലോക്കും ദേ ഷോ variable oxidation state. F block elements also shows variable oxidation state. അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ്, പഠിക്കാൻ നമുക്ക്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചാൽ നമുക്ക് ഈ പാഠത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് എക്സാംസിന് ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.